ഉൽപാദന സൗകര്യങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് സമയപരിധി നീട്ടണമെന്ന് മരുന്ന് നിർമ്മാതാക്കൾ. നിലവിൽ ഇവരുടെ അഭ്യർത്ഥന നിരസിച്ചിരിക്കുകയാണ് ഇന്ത്യ. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ചുമ സിറപ്പ് കഴിച്ച് 24 കുട്ടികളുടെ മരണത്തെ തുടർന്നാണ് നടപടി. വലിയ ജനരോഷമാണ് വിഷയത്തിൽ ഉയർന്നത്. 2023 അവസാനത്തോടെ ന്യൂഡൽഹി ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്ന മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്ന് ഉറപ്പാക്കാൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു. ആഫ്രിക്കയിലും മധ്യേഷ്യയിലും 140-ലധികം കുട്ടികളുടെ മരണത്തിന് ഇന്ത്യ നിർമ്മിച്ച ചുമ സിറപ്പുകൾ കാരണമാകുന്നതിന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഉത്തരവ്. ഇത് ലോകത്തിന്റെ ഫാർമസി എന്ന ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടമാണ് വരുത്തിവെച്ചത്. കുട്ടികളുടെ മരണങ്ങൾക്ക് കാരണമായ കോൾഡ്രിഫ് സിറപ്പ് നിർമ്മിച്ച ശ്രേസൻ ഫാർമസ്യൂട്ടിക്കൽ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യ നടപടികൾ കൂടുതൽ കടുപ്പിച്ചത്. പല മരുന്ന് കമ്പനികളും മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള ഡേറ്റിൽ കൂടുതൽ ഇളവുകൾ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചുവെങ്കിലും നിലവിലെ ഇന്ത്യയുടെ കയറ്റുമതി സാധ്യതകൾക്ക് ഇത് കൂടുതൽ കോട്ടം തട്ടാൻ സാധ്യതയുണ്ട്. അതിനാലാണ് ഇന്ത്യ ഗവൺമെന്റ് നടപടികൾ കൂടുതൽ കടുപ്പിച്ചിരിക്കുന്നത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.